ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പൂക്കണി ബ്ലോഗ്സ്. അപ്പോഴാണ് ഞാനും വേറൊരു ഫ്രണ്ടും കൂടി വേറെ 2 ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോഴവിടുത്തെ വിശേഷം കാണാം. ബൈ. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി അപ്പം നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോണത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റാണ് നടക്കാൻ വേണ്ടിയുള്ളത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. കുറച്ച് നേരം പോസ്റ്റായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് ബസ് വരുന്നുണ്ടോ എന്നറിയാം. ഇവിടെ കൂടുതലും ഫ്രീ ബസ് ആയതുകൊണ്ട് 1 അവർ ഇട്ടിട്ടൊക്കെ ബസ് വരത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി. അങ്ങനെ അത് ഒരുപാടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നടന്നു വേണം അങ്ങ് പോകാൻ വേണ്ടി. അങ്ങനെ അവിടെ ചെന്ന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്ന്. അങ്ങനെ ബസ്സിൽ വന്നിട്ട് ബസ്സിൽ കയറി എൻ്റെ ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ബസ്സിലായിരുന്നു ഉള്ള യാത്ര. കുറച്ചൊരു 10-20 മിനിറ്റ് ബസ്സിലിരിക്കണം. അത് കഴിഞ്ഞ് സ്ഥലമെത്തി. അങ്ങനെ കുറച്ച് നടക്കാനും ഉണ്ട്, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ എത്തി. അപ്പം സ്നാക്സും കൊണ്ട് വന്നേക്കുവാ കല്യാണം പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് മീൻ വാങ്ങാൻ വേണ്ടി പോയി. ഇവിടെ ആണെങ്കിൽ മീൻ വാങ്ങിച്ച് നമുക്കത് കണ്ടിച്ച് എന്ന് വെച്ചാൽ കത്തി വെച്ച് കണ്ടിച്ച് അതിൻ്റെ തലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തരും. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിലും കൂടെയാണ്, നല്ല ടയേർഡായി അവിടെ നിന്നപ്പോൾ തന്നെ. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കടയിൽ പോയിട്ട് വന്നിട്ട് അത് വാങ്ങിച്ചത്. അങ്ങനെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ബുദ്ധിമുട്ടുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പച്ചക്കറി വാങ്ങാനൊക്കെ പോയി. പച്ചക്കറി ഏതാണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ തേങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ സംഭവം അത് പൊട്ടിച്ചത് ശരിയായില്ല. പിന്നെ നമുക്ക് വിഴുക്കിനുള്ളതൊക്കെ ഞാനാണ് അരിയുന്നത്. കൈ മുറിയുന്നുണ്ടോ എന്ന് വിചാരിച്ച് അറിയുന്നത്. പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് തോരൻ വിഴുക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനും ചേർത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചോറായി, മീൻ പൊരിച്ചത്, മീൻ കറി, വിഴുക്ക്, ചമ്മന്തി, മുട്ട, ചിക്കൻ കറി. ഇത്രയായിരുന്നു ഫുഡ് ഐറ്റംസ്. അങ്ങനെ അത് കഴിഞ്ഞ് വിളമ്പിയൊക്കെ എടുത്തു. എടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കാണ് ഇതൊക്കെ വാങ്ങാൻ തന്നെ പോയത്. അത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ഈവനിങ് തിരിച്ചു പോകാനായിട്ട് റെഡിയാവുക. അത് അങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് നിൽക്കാനുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്രീ ആയിട്ടാണ് വന്നത്. തിരിച്ചു പോയപ്പോൾ ഒരു ബാഗും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട മേക്കപ്പ് തുടച്ച് കളയുന്നതാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. അല്ലേ ഒന്ന് ഇറങ്ങുമോ? ഇത് ഇറങ്ങുമോ ഒന്ന്? അതൊന്ന് സാരി കൊടുത്ത കൂട്ടത്തിൽ തന്നെ കൊടുത്തില്ലായിരുന്നോ? ഏകദേശം അവിടെ നിന്റെ അളവുണ്ടല്ലോ. ലാസ്റ്റ് ആയതുകൊണ്ടാണോ? ഓ പട്ടിഷോ. എന്റെ പൊന്നോ, ഇങ്ങനെയുണ്ടോ ഒരു ഫോട്ടോ ഭ്രാന്തി? മതിയിട്ടാ നടന്ന എങ്ങനെയാണ്?
ഇതൊക്കെ വീഡിയോ ഇടുക വർഷം പിന്നെ ഇടൂലേ പക്ഷേ ഇനി എൻ്റെ വോയിസ് റെക്കോർഡ് കൊടുത്തിട്ട് സ്പീഡാക്കി. അങ്ങനെ അവിടുത്തെ ബസ് സ്റ്റോപ്പ് എത്തി. അത് ബസ്സിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബസ് വന്ന് ബസ്സിൻ്റെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്ത്. സ്ഥലം കിട്ടിയില്ല, കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ബസ് ഇറങ്ങി ടി നഗറിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് അഫോർഡബിൾ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും. കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ വില പേശി വാങ്ങണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വണ്ടി ഇച്ചിരി പിറകിലോട്ട് അയ്യോ അളിയനെ പറ്റിച്ചതാട്ടോ. അല്ല ഈ ബാഗ് എവിടുന്ന അളിയാ? അല്ലെ 100 രൂപയ്ക്ക് 3 നിക്കറ് വാങ്ങിച്ച കളിയാ. എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഗൈസ്? ഇത് നിക്കറാണ്. வச்சு பார்க்கணுமா? அது பேக் உள்ள போடு, உள்ள போடுறா. அதே சேம் தான். ஓகேயா? குவாலிட்டி தண்ணி ஒன்றா 150 350 தான் வாங்கிட்டு போனேன். ഹലോ അണ്ണ இந்த കളർ ചെക്ക് பண்ணு. ഹലോ കേക്കണുണ്ടാ? இருந்தா கொடுக்க மாட்டேன். കേക്കണുണ്ടാ? ഞാൻ നേരത്തെ അമ്മനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ കാരണം വിളിച്ചാണ്. ഇല്ലില്ല മേടിക്കാം. 150 അല്ലേ? ஓகே അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് പോത്തീസിൻ്റെ ഫ്രണ്ടിലെന്തോ കരടീൻ്റെ ഇതൊരു സാധനം കണ്ടു. അതും കുറച്ച് നേരം നോക്കി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് എത്തി. അത് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവരെന്നെ കൊണ്ടാക്കിയിട്ട് അവിടെ ബസ് കയറി. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. എനിക്കൊരു ബാഗ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ബസ് ഇറങ്ങിയിട്ട് ഞാൻ റോഡിൽ കൂടെ നടന്ന് എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ബസ്സൊന്ന് മിസ്സായി. എന്നിട്ട് കുറച്ച് നല്ല ലേറ്റായി. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് വന്ന് റൂമിലോട്ട് കയറി സാധനങ്ങളൊക്കെ വെച്ച്. അപ്പോൾ ബൈ.